നവകേരള സദസ്സ് ഇന്ന് അതിന്റെ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. നവംബർ 18-ന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് ഇന്ന് അനന്തപുരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിരവധി കടുത്ത വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കി യാത്ര അവസാനിപ്പിക്കാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി. UDFന്റെ കടുത്ത വിലക്ക് വകവയ്ക്കാതെ നേതാക്കളും അണികളും സംസ്ഥാനത്തുടനീളം നവകേരള സദസ്സിലേക്ക് എത്തിച്ചേർന്നത് UDF നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് മറ്റ് നേതാക്കളും അണികളും കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. പാർട്ടിക്കുള്ളിലെ ഭിന്നത പുറത്തേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. സംസ്ഥാന നേട്ടം, കേന്ദ്രാവഗണന, ഭാവി കേരളം എന്നിവ വിശദീകരിക്കാൻ സർക്കാർ നടത്തിയ നവകേരള സദസ്സ് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും പുതിയ അധ്യായമാണ് രചിച്ചത്. പക്ഷേ വർഗീയതയും സംഘർഷത്തിന്റെയും ചരിത്രം കുറിക്കാനാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നത്. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ UDFലെ MLA-മാരും പറഞ്ഞത് സദസ്സിനോട് അനുഭാവമുണ്ടെങ്കിലും VD സതീശന്റെ വിലക്ക് കാരണം പങ്കെടുക്കുന്നില്ല എന്നാണ്. വികസനം എന്ന് കേട്ടാൽ പിന്തിരിയുന്ന സതീശന്റെ മറ്റൊരു മുഖവും കാണാൻ പറ്റി. നേതാക്കന്മാർക്കും അണികൾക്കും സ്വന്തമായി നിലപാടെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. നാട് ദ്രുതഗതിയിൽ മാറുകയാണ്. മാറി നിൽക്കാൻ തോന്നിയില്ല. ഇത്തരം പരിപാടികൾ ബഹിഷ്കരിക്കേണ്ടതില്ല. നാടിന്റെ മുന്നേറ്റമാകണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം. മലപ്പുറത്തെ DCC അംഗം AP മൊയ്തീൻകുട്ടി പറഞ്ഞ വാക്കുകളാണിത്. നാടിന്റെ മുന്നേറ്റവും വികസനവും തലയിൽ ആൾതാമസം ഉള്ളവരോട് പറയണം. വികസനം കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നവരുടെ നേതാവാണ് സതീശൻ. അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ മുന്നണിക്കാർക്ക് പോലും പറ്റത്തില്ല. പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത് തങ്ങളുടെ പിന്തുണ അറിയിച്ചു. നേതാക്കൾ ഇത്തരത്തിൽ പരസ്യ പ്രതികരണത്തിനും പങ്കാളിത്തത്തിനും തയ്യാറെങ്കിൽ അണികൾ പോലും ഒരു വിലക്ക് വകവയ്ക്കാതെ നാട്ടുകാർക്കൊപ്പം സദസ്സിനെത്തി. അവരുടെ അനുഭവങ്ങളാണ് രാഷ്ട്രീയ വിലക്കുകളെ മറികടന്ന് നവകേരള സദസ്സിനൊപ്പം ചേരാൻ പ്രേരിപ്പിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്ക് തന്നെയാണ് ഈ പങ്കാളിത്തത്തെ വിശേഷിപ്പിക്കാൻ ഉതകുന്നത്. ഓരോ വ്യക്തിയുടെയും ചിന്തയിൽ നിന്നാണ് അവർ തീരുമാനിക്കുന്നത്. അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയം ശരിയല്ല. അന്ത്യശാസനം പറയുന്നതൊക്കെ കഴിഞ്ഞ കാലത്താണെന്ന് സതീശന് മനസ്സിലാകുന്നുമില്ല. അണികളാണെന്നും പറഞ്ഞ് സമരം ചെയ്യാൻ കുറെ ഗുണ്ടകളെ കൊണ്ടുവരുന്നു. കരുതിക്കുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വടിയും ഗോലിയും മുളകുപൊടി നിറച്ച മുട്ടകളും പെപ്പർ സ്പ്രേയും ഇതൊക്കെയാണ് സതീശന്റെ മനസ്സിലെ രാഷ്ട്രീയം. തിരുവനന്തപുരത്ത് എത്തിയതോടെ DCC, KPCC അംഗങ്ങളും ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗവും BJPയുടെ പ്രാദേശിക നേതാക്കളും ഹിന്ദു ഐക്യമുന്നണി ജില്ലാ വൈസ് പ്രസിഡന്റുമടക്കം പങ്കെടുത്തു. തങ്ങളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു ജനകീയ പരിപാടിയെ പിന്തുണയ്ക്കുക എന്ന ജനാധിപത്യ നിലപാടാണ് ഇവരിൽ പലരും പരസ്യമായി പ്രഖ്യാപിച്ചത്. പല രാഷ്ട്രീയ താല്പര്യങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും ജനകീയമായ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നതിന് തെറ്റില്ല. എതിർപ്പ് കാണിക്കുന്നതാണ് രാഷ്ട്രീയമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസിന്റെ സതീശനും സുധാകരനും ഇത് മനസ്സിലാക്കില്ല. പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞും ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം. നവകേരള സദസ്സ് ഇന്ന് അവസാനിക്കുന്നതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇനി ആരെങ്കിലുമൊക്കെ കേൾക്കുമോ എന്തോ.